ഡൽഹിയിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറാം. എന്തൊക്കെ കിട്ടുമെന്നുള്ളത് അറിയില്ല. എന്താണോ കിട്ടുന്നത് അത് കഴിക്കാം. രാത്രി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് രാജ്മാ ദാൽ എന്നാണ് ഇതിൻ്റെ പേര്. അവനെല്ലാം അറിയാം. ഇങ്ങനെയുള്ള ഹോട്ടലിൽ തരുന്ന പ്ലേറ്റ് ഇതാണ്. കൊള്ളാം കേട്ടോ, ടേസ്റ്റുണ്ട്. ഉണ്ടാക്കി കഴിച്ചാൽ ടേസ്റ്റുണ്ട്. നമ്മൾ ഇത്രയും കഴിച്ചതിന് 210 രൂപയാണ് ആയിരുന്നത് കേട്ടോ. ഉണ്ടാക്കുള്ളതാണ്. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്, എല്ലാം ഫ്രഷാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. देखिए अक्षय कुमार जी आ गए। ओके, बात करो, ठीक है। भैया पिन नंबर 1899 രാവിലെ കണ്ടാ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ പോകണം? CP മറ്റേ സെൻട്രൽ പാലിക ബസാർ. അടിയിൽ ഇതുള്ള സാധനമല്ലേ? പാർക്കും അടിയിൽ അണ്ടർഗ്രൗണ്ട് ഞാൻ ഒരിക്കൽ മാർക്കറ്റ് പണ്ട് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് അവിടെ വന്നിട്ട് ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ട് പോയി. ടോയ് അല്ല പിന്നെ മറ്റേ ഹെലികോപ്റ്റർ 1500 1600 രൂപ. എന്നിട്ട് ഞാൻ അതിനെ നന്നായിട്ട് പറത്തിട്ട് ഒരു മരത്തിലിടിച്ച് എല്ലാം കൊടുത്ത് ക്രാഷ് ലാൻഡായി കത്തിപ്പോയി. എറിഞ്ചാച്ച്. അതെ, ഇവിടെയാണോ വെച്ച് കത്തിച്ചല്ല നാട്ടിലോ? ഇല്ല, ഞാൻ വീട് വെച്ചോണ്ടിരുന്ന സമയത്തേടാ നമ്മളെ ബിന്ദുവിന്റെ ലാവില് കൊണ്ട് ഇതാക്കി. ഫസ്റ്റ് ഫ്ലൈയിൽ തന്നെ ദുരന്തമായി അല്ലേ? അങ്ങനെയല്ല, നീ അങ്ങനെ 3 ദിവസമായിട്ട് പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത്. 4000 രൂപ വരെയാണ് ചോദിക്കുന്നത് ഒരു സിലിണ്ടറിന്. 1200 രൂപ വിലയുള്ള സിലിണ്ടറിന്. എന്നാലും നമ്മുടെ ലാഭം, നമ്മുടെ 1000 രൂപ താഴെ ഉള്ളൂ. 800 ചിന്നാണ് 900 എങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടില്ലേ? കൊള്ളാം. പട്ടിണി കിടന്നിയാവുന്നത് ഹോട്ടലുകൾ ഇങ്ങനെയാണ് തുറക്കത്തില്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ പാലിക ബസാറിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങളെ കുറച്ച് കാണിച്ചു തരാം. ഇടയ്ക്കൊരു പറ്റി ചേട്ടാ. ഊബറിൽ എത്ര 180 കാണിച്ചല്ലേ? 185 കാണിച്ചു. കൊടുത്തപ്പോഴും 220 രൂപ. 220 രൂപയായി. അതെങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഇതായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അതുപോട്ടെ, എന്തായാലും നമുക്ക് പാലിക ബസാറിലോട്ട് പോവാം. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഉണ്ട്. നമ്മൾ പാലിക ബസാറിൻ്റെ അകത്ത് കയറിയാ കാണിച്ചു തരാം. ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനമില്ല, എല്ലാ സാധനവും കിട്ടും. ഇവിടെ മൊത്തം കടകൾ, എല്ലാ സാധനവും എന്തൊക്കെ വേണോ നമുക്കതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ ടോയ്സിൻ്റെ കടകളാണ്. ടോയ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരു പണ്ട് ഞാൻ ഇവിടെ നിന്ന് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടോയ്സിലെ ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു, അത് പൊട്ടിപ്പോയി ഇരിക്കുന്നു. വേണ്ട കളിക്കുന്ന സൈക്കിൾ കിട്ടുന്ന പയ്യെ. അയ്യോ, കൂടെ വന്ന 2 എണ്ണത്തിനെ കാണാനില്ലടേ. എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. 2 എണ്ണം കൂടെ വന്ന് എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അവന്മാരെ കാണാനില്ല. നമ്മളെ ഇട്ട് ഇതോ പോണ്ടേ. കണ്ണോ അത് പാലിക ബസാർ അസോസിയേഷനാണ്. അങ്ങനെ ഒരു അസോസിയേഷൻ കൂടെ ഉണ്ട്, പാലിക ബസാർ അസോസിയേഷൻ. അതിൻ്റെ ആൾക്കാരാണ് ഇതായിരിക്കുന്നത്. അവന്മാരെ കാണാനില്ല കേട്ടാ. അവന്മാരെ നമ്മളെ ഇട്ടിട്ട് എവിടെ പോയി?
ബെസ്റ്റ്. ഒരുത്തരം കാണാനില്ല. ഇവിടെ രണ്ട് സൈഡിൽ മൊത്തം കടകളാണ്. രണ്ട് സൈഡ് മൊത്തം കടകളാണ്. ഉണ്ട് ഓ ആ അപ്പോൾ ഇവിടെ ഷൂ ആയിരുന്നാലും ഇപ്പുറത്തെ തുണിക്കടയാണ്. തുണിക്കട ആയിരുന്നാലും ഇവിടെ അടുത്ത റെഡിമെയ്ഡ് ഡ്രസ്സ് ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്ത് വേണോ എന്ത് സാധനം വേണോ ഇവിടെ കിട്ടും. ഭയങ്കര തിരക്കുമാണ് കേട്ടോ. എല്ലാം ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ഒക്കെ ആൾക്കാർ ഭയങ്കര തിരക്കുമാണ്. എല്ലാം വില പേശി വാങ്ങണമെന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്ന കോട്ടിൻ്റെ കടയുണ്ട്. ഇവിടെ ജീൻസ് ബാക്കിയുള്ള ഐറ്റംസ് കൊച്ചു കുട്ടികളുള്ള നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഫിക്സഡ് പ്രൈസ്, 600 റുപ്പീസാണ് പറയുന്നത്. എല്ലാം ഫിക്സഡ് പ്രൈസാണ്. കണ്ണനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ഭയങ്കര വിലയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ ഓടി തള്ളിക്കളഞ്ഞു. പേഴ്സ് കണ്ടോ, ഇഷ്ടം പോലെ പേഴ്സുകൾ. ഇതെല്ലാം ഉണ്ട് പേഴ്സുകൾ, ഇഷ്ടം പോലെ പേഴ്സുകളാണ്. എന്തോ തിരക്കം നോക്കിയേ. രണ്ട് സൈഡിലും ഇഷ്ടം പോലെ. ഇതാ ഇവിടെയൊക്കെ 200 രൂപ. ഈ ടീഷർട്ടൊക്കെ 200 രൂപ ഫിക്സഡ് പ്രൈസാണ് വെച്ചിരിക്കുന്നത്. ഈ ട്രൗസറൊക്കെ 150 രൂപ. 200, 150 അങ്ങനെ 350 രൂപ. ഫ്രോക്കൊക്കെ 350 രൂപയുള്ളേ. ജുബ്ബ ചില കടയിലൊക്കെ പോകുമ്പോഴേ നമ്മൾ അടുത്തൂടെ പോകുമ്പോൾ വീഡിയോ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. 2200 രൂപയാണ് ഒരു പീസ്. ഞാൻ അതിന് ഒരു പീസിന് 200 രൂപ പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ അധികം. നീ എന്തോന്ന് ഇത് ഞാൻ 4 എണ്ണം കൂടി ഇപ്പൊ 500 രൂപ പറയും. വേണ്ട നമുക്ക് വേണ്ട. നമുക്ക് ഒത്തിരി പെർഫ്യൂം ഇരിക്കല്ലേ വീട്ടില്. ചേട്ടൻ ഷൂട്ടിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ട. ले जाओ दादा, अच्छा चीजें यूज तो करो, ले जाके काम ही आएगा. വേണ്ട आपके रेट में दे रहा हूँ. नहीं बहुत चाहिए. अच्छा है, 12 घंटे की लॉन्ग लास्टिंग है. उन्हें बोल रहा है 12 hours. 400 है तो കത്തില്ല പാവാ നോമ്പാണ്. നോമ്പായിട്ട് ഓക്കെ. അങ്ങനെ भाई के साथ मेरा फोटो लो. हाँ നോയമ്പായിട്ട് ഓക്കെ. അവൻ പറഞ്ഞേ ഒരു ചേട്ടാ ഒരു 200 രൂപ തന്നെ. अच्छा गुड लक कराओ दादा. तो 500 का ही दे रहे हैं, तो एक और दे दूं फिर. नहीं, ये लो. नहीं, उसको पसंद नहीं आया. अच्छा लाओ 200 दे दो. 200 ഉണ്ടോ? है ना, बोरा ना. അതോ ഉണ്ടല്ലോ. അവനെ കാണാം. എന്റെ പേഴ്സില് ഞാൻ കണ്ടില്ല കാര്യം. അതാണ് ഇരിക്കുന്നത്. അവൻ എന്റെ പേഴ്സിൽ അവൻ കണ്ട്. ये मेरे बड़े भाई है. അടുത്ത ആളൊന്ന്. थैंक यू. नाइस भाई. नहीं चाहिए सर. नहीं चाहिए. नहीं. छोटे भाई से. नहीं. 100 രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ച് അവർ രണ്ടെണ്ണം തരാതാ. ഓ അതങ്ങനെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. ഇവിടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടേ. എന്താ ഇത് പ്രാവുകൾ ഇരിക്കുന്നുണ്ടോ? എല്ലാവരും ഇങ്ങനെ തീറ്റകൾ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ പ്രാവുകൾ. भैया कितने की? 350 की 100 രൂപ. 350 350 രൂപ. അത് ഭയങ്കര വിലയാണല്ലോ. ഇത് നോക്കട്ടെ. ആ അത് നിനക്ക് പറ്റും. പക്ഷേ ഇതിനും ചോദിക്കും നല്ല വില. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ? വാ, ഒരുപാട് നടന്നതല്ലേ. വാ, സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഒരുപാട് നടക്കുന്നു. നടന്ന് തളർന്നു. നമുക്കൊരു ചായ കുടിക്കാം. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, നമ്മളിപ്പോ അവിടെ കണ്ട അതേപോലത്തെ ഒരു മാർക്കറ്റാണ് ഇതിനകത്ത്. എല്ലാത്തിനും അവർ ആദ്യമൊക്കെ ചോദിക്കുന്നത് 300, 500, 600 രൂപയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പാലിക ബസാറിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, മറക്കരുത്. എൻ്റെ ചാനലിൻ്റെ പേര് ഫൺ ആൻഡ് ട്രാവൽ വിത്ത് വിനോദ് കുളത്തൂർ. ഓക്കെ.